ടു ആഷുട്ടീസ് വ്ലോഗ്. അപ്പം നമ്മൾ അബുദാബിയിൽ നിന്ന് കസാക്കിസ്ഥാനിലോട്ട് വന്നേക്കാണ്. ഇവിടെ ഇപ്പം -8 ആണ് ടെമ്പറേച്ചർ. ഞാൻ എൻ്റെ ക്ലോത്ത്സ് ഒക്കെ കാണിച്ചു തരാം. ഇവിടെ ട്രീസിലൊക്കെ സ്നോ വീണ് കിടക്കുകയാണ്. നൈറ്റിൽ സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇവിടെ ബാക്കിൽ കാണുന്ന ട്രീസൊക്കെ ഫുൾ സ്നോ കവേർഡാണ്. ഞാൻ താഴെ സ്നോ വീണ് കിടക്കണൊക്കെ ഇപ്പം കാണിച്ചു തരാം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിന് 100 തവണ ബ്യൂട്ടിഫുൾ ആണ്. നമുക്കൊരു ഫെയറി ടെയിൽ പോലെ തോന്നും. ട്രൂലി ബ്ലെസ്ഡ് ടു സീ ദിസ് വ്യൂ. ഞങ്ങൾ അബുദാബിയിൽ നിന്നാണ് കസാക്കിസ്ഥാനിലോട്ട് ഫ്ലൈ ചെയ്യുന്നത്. വിസ് എയറിലായിരുന്നു ട്രാവൽ. 4 hours 30 minutes എത്തും അവിടെ ലാൻഡ് ചെയ്യാൻ. ഇന്നാണ് ഡേ 1 ഓഫ് കസാക്കിസ്ഥാൻ ട്രിപ്പ്. നമ്മളിപ്പോൾ ഷിംബുലാക്ക് സ്ഥലത്തിലാണ്. നല്ല തണുപ്പാണ്. ഞങ്ങളുടെ ക്ലോത്ത്സ് ഒക്കെ കാണിച്ചു തരാം. ഇവിടെ ഒരു കേബിൾ കാർ ആണുള്ളത്. അതിൽ കയറിയിട്ട് നമ്മൾ ഓരോ പ്ലേസസ് കാണും. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് സിദ്ധു ആൻഡ് ജോനു. ഇതാ ഞാൻ കേബിൾ കാറിൽ കയറി. ആ കേബിൾ കാറിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കുറേ സ്നോ കവേർഡ് പ്ലേസസ് കാണാൻ പറ്റും. നമ്മുടെ ഓപ്പോസിറ്റ് കേബിൾ കാർസ് വരുന്ന നമുക്ക് കാണാം. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സ് മസ്റ്റാണ്. ജാക്കറ്റും ഗ്ലൗസൊക്കെ എന്തായാലും വേണം. എൻ്റെ ലിപ്സൊക്കെ ഡ്രൈ ആയിട്ട് ഞാൻ കേബിൾ കാറിൽ നിന്ന് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നതാണ്. ഗ്ലൗസും ക്യാപ്പൊക്കെ വെച്ച് പുറത്തിറങ്ങാൻ ഞാൻ സെറ്റായിട്ടിരിക്കുകയാണ്. ഇവിടെ 3 ലെവൽസ് ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ലെവൽ 1-ലാണ്. സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം. നമ്മൾ ശരിക്കും ഫുഡൊക്കെ കഴിക്കാൻ കയറിയിരുന്നു, പക്ഷെ നമ്മൾ മറന്നുപോയി വീഡിയോ എടുക്കാൻ. ഇതാണ് ഷിംബുലാക്ക്. ഇപ്പം ഞങ്ങൾ ലെവൽ 2-ലെത്തി. ഒരു ചെറിയ സ്നോഫോളൊക്കെ ഇവിടെ കിട്ടി. പിന്നെ കുറച്ച് നേരം സ്നോയിൽ കളിച്ചു. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കൊരു സ്നോഫോൾ കാണാം. ചെറിയ സ്നോഫോളാണ്. ഇനി ലെവൽ 3-ലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫ്രണ്ട്സ്, ഇന്ന് ഡേ 2 ആണ് നമ്മുടെ കസാക്കിസ്ഥാനിൽ. ഇന്ന് ഞങ്ങൾ ഒരു റിവർ കാണാൻ പോവാണ്. അതിനായിട്ട് വണ്ടിയിൽ കയറിപ്പോവും. ആദ്യം ഞങ്ങൾ മലയിൽ നടന്നു വന്നു, പിന്നെ ഇനി വണ്ടിയിൽ കയറണം. ഈ വഴിയാണ് നടന്നത്. ഇതാണ് ഡേ 2 ഓഫ് കസാക്കിസ്ഥാൻ. ഇങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ വ്യൂസ് കാണാം. ട്രെക്കിംഗ് പോലെ ഇവിടെ കുറച്ച് നടക്കാനുണ്ട്. ഇപ്പം നല്ല രസമാണ്. എൻ്റെ കൈയൊക്കെ ഫ്രീസായപ്പോൾ ഞാൻ 2 ലെയർ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇയേഴ്സും കവറാക്കി. ഇതൊരു ബ്യൂട്ടിഫുൾ ലേക്കാണ്. ഈ ലേക്കിലേക്ക് വരണമെങ്കിൽ ട്രക്കിലാണ് വരേണ്ടത്. ഇതാണ് ബിഗ് അൽമാട്ടി റിവർ. Ini
നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. അവിടെ നിന്നൊരു 1 hour ഡ്രൈവ് ഉണ്ട്. റിവർ കാണാൻ വന്നേക്കാണ്. സ്നോഫോൾ കാണുന്നുണ്ടോ? ഇതാണ് നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ്. ഇതിലൂടെ നമുക്ക് ബോട്ട് റൈഡിങ് ചെയ്യാവുന്നതാണ്. ബോട്ട് റൈഡിങ് ചെയ്യാൻ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണം. വീഡിയോയിൽ നോക്കുമ്പോൾ ചെറിയ സ്നോഫോൾ ഇപ്പം കാണുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണേ. ഈ ബ്രിഡ്ജിലൂടെ നടന്ന് ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ പോവും. ഇവിടെ നോക്കുമ്പോൾ ഒരാൾ ഇരുന്നിട്ട് ഫിഷിങ് ചെയ്യണ കാണാം. അയാൾക്കൊരു ഫിഷിനെ കിട്ടുന്നുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണല്ലേ ഇവിടെ. ഞങ്ങൾ ഫുൾ ഫാമിലി ഒരു റീൽ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് 9 members പോയിട്ടുണ്ട് ട്രിപ്പിന്. വീണ്ടും ഞങ്ങൾ സ്നോയിൽ കളിച്ചു. ഈ തണുപ്പത്ത് അവിടെ ഒരു ഹോസ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസിൻ്റെ ഒപ്പം പോയി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സ്നോ ഒക്കെ വാരി എറിഞ്ഞ് കളിച്ചു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡേ 3 ഓഫ് കസാക്കിസ്ഥാൻ ആണ്. ഇന്ന് നമുക്ക് ട്രീ ഹൗസിലോട്ടൊക്കെ പോകണം. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്. എൻ്റെ ബാക്കിലെ ട്രീസിലൊക്കെ സ്നോ വീണ് കിടക്കുന്നതാണിത്. ഇന്നലെ രാത്രി ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരുന്നു. ഇന്ന് റെയിൻ ഉണ്ട്. ഇനി നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കോസ്റ്റ്യൂം. ഇനി നമ്മളൊരു ചർച്ച് കാണാൻ പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ചർച്ചാണ്. ചർച്ചിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് വേൾഡ് വാറിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സോൾജേഴ്സിൻ്റെ സ്റ്റാച്ചു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ റക്കറ്റ് ചോക്ലേറ്റ് ഷോപ്പിൽ പോയി. ഭയങ്കര വൈറ്റ് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. ചില ചോക്ലേറ്റ്സിൽ ആൽക്കഹോൾ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കി വാങ്ങണം. ഞങ്ങൾ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി നാട്ടിൽ കൊണ്ടുവരാനായിട്ട്. ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. പല പല ഷേപ്സിലുള്ള ചോക്ലേറ്റ് ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് സാന്റ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. കസാക്ക് സ്പെഷ്യൽ ഫുഡാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഗൈഡാണ് ഹെൽപ്പ് ചെയ്തത് ഫുഡ് ഓർഡർ ചെയ്യാൻ. ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി. ഇവിടെ ഭയങ്കര പെട്ടെന്ന് രാത്രിയാവും. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ എത്തിയേക്കുന്നത് ഹോയ് കരാഗി ഹോട്ടലിലാണ്. ഇവിടെ ട്രീ ഹൗസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ റിസോർട്ട് എത്തിയപ്പോഴേക്കും ഈവനിങ് ആയി. ഇത് നമ്മൾ വേറെ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നേക്കാണ്. ട്രീ ഹൗസിലാണ്. ഇവിടെ കുറേ സ്നോ ഉണ്ട്. ഇത്രയും സ്നോ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ പോസൊക്കെ ചെയ്തു തുടങ്ങി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സ്നോയിൽ കളിച്ചു. ട്രീയിലുണ്ടായ സ്നോ ഒക്കെ ഞങ്ങൾ തട്ടി താഴെ ഇട്ടു. അപ്പം നല്ല രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൈ തണുക്കാൻ തുടങ്ങി. All I want
വീട്ടിൽ കയറി. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങി. നാളെ രാവിലെ ഞങ്ങൾ താമസിക്കുന്ന റൂം കാണിച്ചു തരാം. താമസിക്കുന്ന ട്രീ ഹൗസ്. ഇവിടെ ഏർലി മോർണിംഗ് ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. സ്നോഫോളൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. കസാക്കിസ്ഥാൻ കാണാൻ വരുന്നവര് നല്ല ഫുൾ കവർ ഡ്രസ്സൊക്കെ ഇട്ട് വരണം. ഇവിടെ നല്ല തണുപ്പാണ്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറാം. ഇതാണ് ബാൽക്കണി വ്യൂ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ വഴിയാണ്. ഇവിടെ വാട്ടർഫാൾ ഉണ്ട്. പോണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ സ്നോയിൻ്റെ നടുക്കൊരു സ്വിങ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അതിൽ കയറി കളിച്ചു. ഈ ട്രീസിലൊക്കെ ഒരു റെഡ് കളർ ഫ്രൂട്ട് ഉണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സ്മോൾ ചെറി പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് കസാക്കിസ്ഥാൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇത് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടുത്തൊരു വ്ലോഗായിട്ട് വീണ്ടും വരാം. ബൈ ബൈ. എനിക്ക് മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ റിയൽ സ്നോ കണ്ടു. സീ യു കസാക്കിസ്ഥാൻ.